പറഞ്ഞു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പ്രോട്ടോകോളിൽ പതാക ഉയർത്തുമ്പോൾ ഇനി മുതൽ പാടേണ്ടത് ഈ ഗാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ദേമാതരമാണ് ആലപിക്കേണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഓഗസ്റ്റ് 15-നും ജാനുവരി 26-നും എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും പതാക ഉയർത്തണം. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷ സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ പതാക ഉയർത്തുമ്പോൾ അവിടെ 100% മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ആരാണ് ഈ വന്ദേമാതരം ആലപിക്കുക? എങ്ങനെയാണ് അവിടെ ഉള്ള ഒരു മുസ്ലിമിനെ വന്ദേമാതരം ആലപിക്കാൻ കഴിയുക? എന്നിട്ട് അങ്ങനെ ആവുമ്പോ ഈ സ്കൂളിൽ പിന്നെ പതാക ഉയർത്തിയപ്പോൾ അവിടെ ഗാനം ആലപിച്ചില്ല എന്ന് പറഞ്ഞ് ആ സ്കൂളിനെതിരെ പരാതി വരുമോ? സത്യമാണോ ഈ പറയുന്നത്? അതൊരു ശിക്ഷാ നടപടിയുടെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ, അങ്ങനെയില്ല. വേണ്ട, ഇനി ശിക്ഷാ നടപടി വേണ്ട. അവിടെ ഒരു അപരവൽക്കരണം സംഭവിക്കോ? അതാ കണ്ടോ, മുസ്ലിങ്ങൾ രാജ്യദ്രോഹികൾ, അവർ സ്കൂളിൽ പതാക ഉയർത്തിയപ്പോൾ നാഷണൽ സോങ് പാടിയില്ല, അവിടെ ഒരു അപരവൽക്കരണം സംഭവിക്കോ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ ഇത്തരം ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവര് റിയാക്റ്റീവ് ആകുമ്പോൾ, മുസ്ലിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതാ കണ്ടോ ഇവരല്ല രാജ്യദ്രോഹികൾ എന്ന് ഇങ്ങനെ നിരന്തരം മീഡിയയിലൂടെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണത്. അതും ഇതിന്റെ ഒരു അജണ്ടയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1882 പുറത്തു വന്നിരിക്കുന്ന ഒരു ഗാനം, അത് ഏത് സമയത്താണ് അതിൽ ഈ 2 സ്റ്റാൻസയായിട്ട് ട്രങ്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്? 55 വർഷം അത് പാടിയതിന് ശേഷമാണ്. അതാരാ പാടിയത്? നമ്മുടെ നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ നിരോധനത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ബ്രിട്ടീഷുകാരും മറ്റേത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമാണ്. ഈ 2 ആൾക്കാരല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന ഗാനമാണ് വന്ദേമാതരം. അതിന്റെ പൂർണ്ണമായ സ്റ്റാൻസയാണ് 1937 വരെ 55 വർഷം പാടിയത്. നമ്മുടെ രാജ്യത്തിനെ അമ്മയായിട്ട്, ദേവതയായിട്ട് ചിത്രീകരിക്കുന്നത് വഴി രാജ്യത്തിനോടുള്ള സ്നേഹം, പോരാട്ട വീര്യം, ഈ ഗുണങ്ങളെയൊക്കെ തന്നെയാണ് ഈ ഗാനം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നമ്മൾ വന്ദേ മാതരം എന്നതിനെ ഒരു വാർ ക്രൈ പോലെ ഉപയോഗിക്കുകയാണ്, ഒരു സ്ലോഗനായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് കേവലം പ്രകൃതി വർണ്ണനയല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യത്തെ 2 സ്റ്റാൻസയിൽ പ്രകൃതി വർണ്ണന മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെ 2 സ്റ്റാൻസയായിട്ട് വെട്ടിച്ചുരുക്കുക വഴി അതിൻ്റെ ആത്മാവിനെ ഒഴിവാക്കി. കാരണം സത്യത്തിൽ നമ്മൾ ഇതിനെ സ്ലോഗനായിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന ചില മൂല്യങ്ങളുണ്ട്. പോരാട്ട വീര്യം, ധർമ്മം, നേരത്തെ മുസ്ലിം സുഹൃത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യ, വിവേകം, ശക്തി, സുരക്ഷ, അഭിവൃദ്ധി, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന സ്റ്റാൻസുകളിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു പൗരൻ, ഒരു മുസ്ലിമിനെ എന്നല്ല, ഏതെങ്കിലും ഒരു പൗരനെ അത് ആലപിക്കുന്നതിൽ ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് അന്നത്തെ പോലെ തന്നെ ഇന്നും പരിഗണിക്കണം എന്നുള്ളതാണ്. അത് മുമ്പ് ആരെങ്കിലും പാടിയിരുന്നോ, അല്ലെങ്കിൽ മുമ്പ് അവര് പാടിയിരുന്നു, അല്ലെങ്കിൽ ഇന്ന മുസ്ലിം പാടിയിരുന്നു, അവർക്ക് കുഴപ്പമില്ലായിരുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കൊന്നും കുഴപ്പമില്ലെന്ന് എങ്ങനെ? നമ്മളുടെ വിശ്വാസപ്രകാരം, നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം നമുക്കത് പാടാതിരിക്കാനുള്ള ഒരു അവകാശം കിട്ടണം. അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകേണ്ട അവകാശമാണ്. അത് പിന്നെ ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പിന്നെ ദൈവങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതത്തിന്റെ ശൈലിയിലുള്ള ഒരു പാട്ട് അതൊരു ഒഫീഷ്യൽ വേദിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പിന്നെ സോങ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുക? സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. ഒരു മതവിഭാഗം ദൈവമായി കാണുന്ന, ദേവതകളായി കാണുന്ന ദുർഗ, സരസ്വതി, ലക്ഷ്മിയൊക്കെ വിളിക്കുന്ന പിന്നെ അത് എങ്ങനെയാണ് ഒരു പൊതുവേദിയിൽ എല്ലാവരും പാടണം എന്ന് പറയാം? അവിടെ തന്നെ ഒരു മതേതരത്തിന്റെ ഒരു തകർച്ചല് നമ്മൾ കാണുന്നത്. എനിക്കതല്ല, തലക്കോളം കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. ഇന്ത്യയുടെ ജനഗണമനയും പ്രാർത്ഥനാ ഗാനമാണ്. ജനഗണമന പ്രകീർത്തിക്കുന്നത് ഭാരത ഭാഗ്യ വിധാതാവിനെയാണ്, ദൈവമാണ്. ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞത് എങ്ങനെ ദേശഭക്തി ഗാനമാകുമെന്ന് ചോദിച്ചത്. അപ്പൊ ഏത് ദൈവമായാലും അതല്ല ഉദ്ദേശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ലോഗൻ ഉണ്ടെങ്കിൽ, ഒരു ഗാനമുണ്ടെങ്കിൽ അത് വന്ദേമാതരമല്ലേ? ആദ്യകാലം മുതൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാലവും, അതിപ്പോൾ തീവ്ര നിലപാടുകളുള്ള ആൾക്കാരുടേതാണെങ്കിലും മൃദു നിലപാടുള്ള ആൾക്കാരുടേതാണെങ്കിലും സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണെങ്കിലും മഹാത്മാഗാന്ധിയുടേതാണെങ്കിലും ഇതിനിടയ്ക്ക് വരുന്ന ആൾക്കാരുടേതാണെങ്കിലും അരബിന്ദോയുടേതാണെങ്കിലും ഒക്കെ തന്നെ ഒരൊറ്റ ഗാനമല്ലേ?
ഒരൊറ്റ സ്ലോഗൻ അല്ലേ? ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഡേ ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന പാട്ട്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട്, യേശു ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട് അത് പകരം പാടുമോ എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എങ്ങനെയാണോ ഭാരതമാതാവിനെ കണ്ടത് അതിനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുക എന്ന ചരിത്രമുണ്ട്. അതല്ലാതെ നമ്മൾ ഇവിടെ ദുർഗയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടിനെ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കണം എന്നല്ല ആരും പറഞ്ഞത്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താൻ കേൾക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.